നമസ്കാരം. സൗദി അറേബ്യയ്ക്ക് അമേരിക്ക വീണ്ടും അത്യാധുനിക ആയുധങ്ങൾ കൈമാറുന്നു. $100 മില്യൺ വിലമതിക്കുന്ന അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റങ്ങൾ സൗദി അറേബ്യയ്ക്ക് കൈമാറാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അംഗീകാരം നൽകിയതായി പെന്റഗൺ കഴിഞ്ഞ ദിവസം അറിയിച്ചു. ആദ്യഘട്ട വിൽപ്പനയ്ക്കുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചതെങ്കിലും കൂടുതൽ ആയുധങ്ങൾ തുടർന്നുള്ള ഘട്ടങ്ങളിലും അമേരിക്ക അറബ് രാഷ്ട്രത്തിന് കൈമാറിയേക്കും. വായുവിലും കരയിലും ജലത്തിലുമുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ സാധിക്കുന്ന ലേസർ ഗ്രേഡഡ് റോക്കറ്റാണ് അമേരിക്ക സൗദി അറേബ്യയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ച അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം. ഈ വിൽപ്പന സൗദി അറേബ്യയുടെ നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഭീഷണികളെ നേരിടാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും മറ്റ് ഗ്രേഡഡ് മിസൈൽ സംവിധാനങ്ങളെ അപേക്ഷിച്ച് കൊളാട്രൽ നാശനഷ്ടങ്ങൾ വളരെ കുറവും ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനുള്ള കഴിവുമുള്ളതാണ്. പെന്റഗൺ പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇതൊക്കെയാണ് പറയുന്നത്. ഏകദേശം 22,000 മിസൈലിന്റെ വില. യമനിലെ ഹൂതി വിമതർ ഉപയോഗിക്കുന്നത് പോലുള്ള കുറഞ്ഞ വിലയുള്ള ചെറിയ സായുധ ഡ്രോണുകളെ തകർക്കാനുള്ള ചെലവ് കുറഞ്ഞ ഉപാധിയായും സൗദി അറേബ്യയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും മുൻതൂക്കം നൽകുന്ന ശക്തിയേറിയ ഒരു സഖ്യരാജ്യത്തിന്റെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ നിർദ്ദിഷ്ട വിൽപ്പന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിദേശ നയ ലക്ഷ്യങ്ങളെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കും, പെന്റഗൺ കൂട്ടിച്ചേർക്കുന്നു. ആയുധ വിൽപ്പനയുടെ പ്രധാന കരാറുകാരൻ BAE സിസ്റ്റംസ് ആയിരിക്കുമെന്ന് പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിൽ കൂടിയാണ് ഈ വിൽപ്പന എന്നതും ശ്രദ്ധേയമാണ്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. 2014 അവസാനത്തോടെ ഹൂതികൾ തലസ്ഥാനമായ സന പിടിച്ചെടുത്തതോടെയാണ് യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അതിർത്തിയിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിൽ ആശങ്കാകുലരായ സൗദി അറേബ്യ 2015 മാർച്ചിൽ വിമതരെ തുരത്താനായി അമേരിക്കയടക്കമടങ്ങുന്ന സഖ്യത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. 10,000 ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതിനും ദശലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലാക്കുകയും ചെയ്ത യുദ്ധം 2022 വെടിനിർത്തൽ കരാറോടെ ഔദ്യോഗികമായി അവസാനിച്ചെങ്കിലും സംഘർഷ സാഹചര്യം പിന്നെയും തുടരുകയാണ്. 2023 മാർച്ച് 19 ചെങ്കടലിലൂടെ പോവുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്കുകപ്പൽ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുക്കുന്നത്. ഇസ്രായേലുമായി ബന്ധമുള്ളതിനാലാണ് കപ്പൽ റാഞ്ചിയതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രായേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളെ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഇങ്ങോട്ട് 130-ലധികം ആക്രമണങ്ങളാണ് ചരക്കു വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയത്. പലതും തകർന്നു, ചിലത് അപ്പാടെ മുങ്ങിപ്പോയി. ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിൽ ബാധിച്ചു. മുൻ US പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്തു തന്നെ ചെങ്കടലിലെ ഹൂതി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈനിക നീക്കം ആരംഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനുകളും നടന്നിരുന്നു. പക്ഷേ അപ്പോഴും ഹൂതികൾ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങളും തുടർന്നിരുന്നു. മാർച്ച് 16 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 50-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന കപ്പലാക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമനിന് മുകളിൽ തീമഴ പെയ്യുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.